ഇതാ സൗമ്യമ്മ. അപ്പൊ ശരി, കാണാം നമുക്ക്. ഓക്കെ, ശരി. രഘുചന്ദ്ര വർമ്മൻ. രഘുചന്ദ്ര ബർമൻ. ബാ. രഘുചന്ദ്ര ബർമൻ. May I come in, sir? Yes, come in. തനിക്ക് അകത്തേക്ക് വരേണ്ടത് എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും ഇനിയും അറിയില്ല. അതുപോലെയാ ചോദിക്കാതെ ലീവ് എടുക്കുന്നത്. സർ, ലീവ് ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ട് 6 മാസം തികഞ്ഞില്ല, അപ്പോഴേക്കും ലീവോ? സർ, എന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ ഞാൻ. കല്യാണവും കാതുകൂത്തൊക്കെ അങ്ങ് വീട്ടില്, ഇവിടെ വേണ്ട. ഈ രഘുചന്ദ്ര ബർമൻ അനുവദിക്കില്ലെന്നർത്ഥം. സർ, പ്ലീസ്, ഞാൻ കള്ളം പറയുന്നതല്ല. സംശയം ഉണ്ടെങ്കിൽ സാറിന് വീട്ടിൽ ഫോൺ വിളിച്ച് ചോദിക്കാം. ഓ, അതെയോ? ഓക്കെ, എവിടെ തന്റെ ഫോൺ? തന്നെ ഞാനൊന്ന് വിളിക്കട്ടെ. താ. സർ, സർ എന്താ ചെയ്യുന്നത്? ഫോൺ ഓഫ് ആക്കുന്നോ? അതെ, എന്താ കുഴപ്പമില്ലതുണ്ടോ? സർ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ ഇവിടെ വന്നത് ലീവ് ആപ്ലിക്കേഷൻ തരാനാ, അതും ഫോണും തമ്മില്. ഓ, ലീവ് ആപ്ലിക്കേഷൻ ആണോ പ്രശ്നം? സർ, 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 പ്ലീസ്, സർ, സർ. ആപ്ലിക്കേഷൻ റിജക്റ്റഡ്. ഇതെന്താ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ മാഡം. താനിന്ന് ജോലി തീർത്തിട്ട് ഇവിടെ നിന്ന് വീട്ടിൽ പോയാൽ മതി. ശരി സർ. എന്റെ ഫോണ്. ജോലി ചെയ്യുന്ന സമയത്ത് തനിക്ക് ഫോൺ എന്തിനാ? ഇവിടത്തെ ജോലി കഴിഞ്ഞ ശേഷം ഫോൺ എടുത്താൽ മതി. അതുവരെ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. I'm sorry, sir. Sorry for the disturbance. Don't worry, Sandra. Come in. Come in. ഇന്ന് ഇവൾ ചെയ്യേണ്ട ജോലി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ജോലി തീർത്ത ശേഷം ഇന്ന് ഇവൾ വീട്ടിൽ പോയാൽ മതി. ഹലോ, യാ, രഘുചന്ദ്ര ബർമൻ സ്പീക്കിംഗ്. കുഴപ്പമില്ല, ഞാൻ വരുന്നുണ്ട്. Oh my God, it's so sad. I'm sorry, ശ്രീലക്ഷ്മി. Come on, അത്യാവശ്യം തനിക്ക് കുറച്ച് ജോലിയുണ്ട്. Come, come, come.
സരോജം, മതി ഒരുങ്ങിയത്. നേരം വെളുത്തപ്പോ കേറിയതാണല്ലോ. സന്ധ്യ ആവാറായി. ഒരു മിനിറ്റ്. ആ എന്റെ സാറേ, ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഒരു സ്ഥലത്ത് പോവാന്ന് പറയണത് അതൊരുമാതിരി മനുഷ്യന് വയസ്സാകണ പോലെയാ. നമ്മുടെ 25-ാം വയസ്സിൽ ഒരുങ്ങാൻ കേറിയ 38-ാം വയസ്സിലെ ഒരുങ്ങി ഇറങ്ങും. പുറത്ത് കാത്തുനിന്ന് നമ്മൾ വയസ്സനായി പോവും. ആ അതെ, നിങ്ങൾ പോയി ഒരു ഓട്ടോ പിടിച്ചോണ്ട് വന്നേ. എനിക്ക് ഇത്രയും ദൂരം നടക്കാനൊന്നും വയ്യ. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? കൈരളി ജുവലറിയില്. അത് അത്ര ദൂരമാണോ? വന്നോളൂ, ഞാൻ എന്റെ കാറിൽ കൊണ്ടുപോവാ. അയ്യോ, അതൊന്നും വേണ്ട സാറേ. സൗകര്യം ഉണ്ടെന്ന് വെച്ച് അതിനെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. ഞാൻ ഓട്ടോ പിടിക്കാം. നമുക്ക് ഓട്ടോറിക്ഷ പോയാ മതി. ഓ, ആ അതെ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടല്ലോ അല്ലേ? എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ വന്നാ മതി. വേണ്ട സാർ, ശ്രീ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ഇതിൽ ആഭരണം എടുക്കാനുള്ള കാശാ. ആ അപ്പൊ ഇറങ്ങാം നമുക്ക്. അല്ല സരോജം, ആ ത്രിവിക്രമന്റെ വീട്ടുകാരോടി പറയണ്ടേ? നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മുടെ കയ്യിലുള്ള കാശിന് നമുക്ക് വാങ്ങാം. അവരുടെ മുന്നിൽ വെച്ച് വാങ്ങുന്നത് ശരിയല്ല. നമുക്ക് ആദ്യം അവിടെ എത്തണം. നിങ്ങൾ തന്നെ, അവർ പിന്നാലെ വന്നോളൂ. ആ അത് ശരിയാ. എന്നാ വാ, വരൂ സാർ. ശരി, നടക്കാം അങ്ങോട്ട്. വാ. നടക്ക്, സമയം പോയി തോന്നുന്നു. ഓട്ടോറിക്ഷയൊക്കെ വല്ലപ്പോഴും അവരുള്ളൂ, കിട്ടിയ ഭാഗ്യം. ആ അത് തന്നെ. നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റില്ലേ? പിന്നെ കല്ലമ്പലമല്ലേ അവിടെ? എത്താം. സാർ, ക്ഷമിക്കണം സാർ, ഞാൻ ഞങ്ങളെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. സാറിന് വേണമെങ്കിൽ കാറിൽ വരാം. ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയിൽ പോകാവുന്നേ ഉള്ളൂ. ആഹാ, അത് കൊള്ളാം. അപ്പൊ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഓട്ടോയിൽ പോവാം. ഞാൻ മാത്രം കാറിൽ വരിക അല്ലേ? ഞാൻ നിങ്ങളുടെ ഒപ്പം ഓട്ടോയിൽ വന്നോളാം, അത് മതി. ഓഹോ. ആ ശ്രീടിച്ച ഓട്ടോ വരുന്നുണ്ട്, കൈ കാണിക്ക്. ഓട്ടോ നിർത്ത്. നിർത്ത്. എവിടേക്കാണ് ചേട്ടാ? കൈരളി ജുവലറി, കല്ലമ്പലം. കേറിക്കോ ചേച്ചി, പതുക്കെ ചാടിക്കറനെ. ഇത് ബസ്സൊന്നുമല്ല ചേട്ടാ. സോറി അനിയ. കേറ്. അങ്ങോട്ട് നീങ്ങി. ആ വാ സാറേ. സാറേ, 2 രൂപ. എന്ത് 2 രൂപ? റോയൽ ബ്യൂട്ടി സോപ്പ്. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ഒരാളെ പോലെ 7 പേരുണ്ടെന്നാ കേട്ടിട്ടില്ലേ? ഞാൻ 4-ാമത്തെ ആളാ. നിങ്ങള് 3-ാമത്തെ ആളെ കുറിച്ചാ സംസാരിക്കുന്നത്. കയറണം സാർ, ആവശ്യം പോലെ സ്ഥലമുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഫ്രണ്ടിലിരിക്കാം. തലയിടിക്കണ്ടല്ലോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ശ്രീലക്ഷ്മി മാഡം, നല്ല ആളാ. ഇവിടെ എന്തെടുക്കുക? സാർ അവിടെ മാഡത്തിനെ കാത്ത് ജ്വല്ലറി ഷോപ്പിൽ നിൽക്കുക.
രാജാറാം സർ. സാർ എവിടെ പോയെന്നാ രാജാറാം സാർ പറഞ്ഞത്? ഏയ്, സാറിന്റെ കാര്യമൊന്നും ആരും ഇവിടെ പറഞ്ഞില്ല. ഞാൻ ഈ മാഡത്തോട് എന്ത് ജോലി ചെയ്യാന്ന് ചോദിക്കായിരുന്നു. ഇവിടെ വേറെ എന്ത് ജോലി ചെയ്യാൻ? ശ്രീലക്ഷ്മി അവളുടെ ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആ ശരിയാണ്. അല്ല, ശ്രീലക്ഷ്മി മാഡത്തിന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് അറിഞ്ഞു. അപ്പൊ ലീവ് എടുക്കേണ്ടി വരും അല്ലേ? രാജാറാം സർ, ശ്രീലക്ഷ്മിയുടെ കല്യാണത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ സാറിന് അറിയാമെന്ന് തോന്നുന്നു. ലീവിന്റെ കാര്യം ഉൾപ്പെടെയാണല്ലോ സംസാരിക്കുന്നത്. സാന്ദ്ര മാഡം, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. ഈ കാട്ടിൽ താമസിക്കുന്നവർ കാടിനെ കുറിച്ചും നാട്ടിൽ താമസിക്കുന്നവർ നാടിനെ കുറിച്ചും അറിയണമെന്നുണ്ട്. അല്ല, ഒരു തരത്തിൽ ഞാൻ ഈ രണ്ടിടത്തും താമസിക്കുന്ന ആളാ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വൗ, വണ്ടർഫുൾ. അത് വല്ലാത്തൊരു കഴിവാണല്ലോ രാജാറാം സർ. അങ്ങനെയാണെങ്കിലേ രഘുവർമ്മൻ സർ ഇപ്പൊ ഇവിടെയുള്ള വിവരം രാജാറാം സർ അറിഞ്ഞോ എന്തോ? രഘുവർമ്മൻ സാറോ? അതെ രാജാറാം സർ. അദ്ദേഹം ഓഫീസിന്റെ ചാർജ് ഏറ്റെടുത്ത ശേഷം ഹൗ കുഡ് ഐ ഡിനൈ ഹിസ് ഓർഡേഴ്സ്? രഘുചന്ദ്രവർമ്മൻ സർ ഇവളുടെ ലീവ് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിരിക്കുന്നു. സോ ഇനി സർ ലീവ് അപ്രൂവ് ചെയ്യുന്നത് വരെ ഇവൾ ഇവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോട്ട് ഗുഡ് സാന്ദ്ര മാഡം. ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. ചേടാ, ഇതിപ്പോ ഗുഡ് ആവാനും നോട്ട് ഗുഡ് ആവാനും ഞാനെന്ത് വിളിച്ചു? ഹലോ, നീ എന്താ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ? നിന്റെ ലീവ് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിരിക്കുന്നു. സോ അത് അപ്രൂവ് ചെയ്യുന്നത് വരെ ഐ എം അഫ്രൈഡ് യു ഹാവ് ടു ബി വർക്കിംഗ് ഹിയർ. രഘുവർമ്മൻ സാറിന്റെ അനുവാദം ഇല്ലാതെ അനങ്ങാൻ പറ്റില്ല ഇവിടുന്ന്. സോ കീപ് വർക്കിംഗ്. നിങ്ങൾ നേരെ ജ്വല്ലറിയിലേക്ക് പോയിക്കോളൂ. ഞാൻ ഓഫീസിൽ നേരെ ജ്വല്ലറിയുടെ നടയിൽ വന്നോളാം. എനിക്കവിടെ വെറും 10 മിനിറ്റ് മതിയെന്നാ എന്റെ വിചാരം. പിന്നെ സാന്ദ്ര മാഡം ആണ് വീണ്ടും വിളിച്ചിരിക്കുന്നത്. ലീവ് ലെറ്റർ അല്ലാതെ എനിക്കായിട്ട് വേറെ വല്ല ഫോർമാലിറ്റീസും വെച്ചിട്ടുണ്ടോന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റും. ശ്രീ ഇവിടെ വരാനല്ലേ പറഞ്ഞത്? അതെ, വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇവിടെ കടയുടെ മുമ്പിൽ നിൽക്കാന്നാ പറഞ്ഞത്. ആ, നിങ്ങൾ ഇവിടെ നിൽക്ക്. ചിലപ്പോ അകത്ത് കയറിയിരിക്കുന്നുണ്ടാവും. ഞാൻ പോയി നോക്കിട്ട് വരാം. ആഹാ. വരൂ സാർ. ഏയ്, അവൾ ഇവിടെ ഇല്ല. വരുന്ന വഴി എവിടെയെങ്കിലും ട്രാഫിക് പെട്ടിട്ടുണ്ടാവും. അവള് വന്നോളും, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട.
നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉം. വാ വന്നിരിക്കേ. ഇരിക്കൂ. സാറേ, ശ്രീയാണോ? പെട്ടെന്ന് വരാൻ. സരോജം, നീ ഒന്നും മിണ്ടാതിരി. ഹലോ ഹലോ സർ, ശ്രീലക്ഷ്മി മേഡം ഇവിടെ തന്നെയുണ്ട്. അതെന്താ ഇനി ഇറങ്ങാത്തത്? അത് പറയാനാ ഞാൻ വിളിച്ചത്. രഘുവർമ്മൻ സാർ വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി മേഡത്തിന്റെ ലീവ് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്ത് ഇവിടെ തന്നെ ഇരുത്തിയിരിക്കുക. സാറേ, ഓ, എന്തായി? മോൾ ഉടനെ വരുവോ? നമുക്ക് കുറച്ച് സമയം ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ആ. നമസ്കാരം. നമസ്കാരം. പപ്പി, ചേച്ചി. വിഘ്നേശ്വര, നീ എന്തിനാ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? രവിവർമ്മൻ സാറും അച്ഛനും അമ്മയും എന്നെയും കാത്തവിടെ നിൽക്കുക. ഞാനാണെങ്കി ഇവിടെ പെട്ടും പോയി. ഞാൻ ഇനി ഇവിടുന്ന് എങ്ങനെ പോവും? നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചതാ. നല്ല പ്രാർത്ഥനയിലാണല്ലോ ആള്. ആ മാഡം, നന്നായി. താൻ പാതി ദൈവം പാതി എന്നാ പ്രമാണം. താൻ പ്രാർത്ഥിച്ചെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലവും തനിക്ക് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം രഘു സാർ തന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടപ്പോ താൻ വീണ്ടും ജോലിക്ക് കയറിയില്ലേ? അന്ന് താൻ എന്തു പറഞ്ഞാ രഘു സാറിനെ കൺവിൻസ് ചെയ്യിച്ചത്? അതൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അത് ശരിയാ, ശ്രീലക്ഷ്മി എന്ത് മാജിക്കാ കാണിച്ചെന്ന് ഇവിടെ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഞാനന്ന് മാജിക് ഒന്നും കാണിച്ചില്ല. ഗണപതി ഭഗവാന്റെയും പാർവതി ദേവിയുടെയും കഥ പറഞ്ഞു, അത്ര തന്നെ. കഥയോ? അതെ ജ്യോതി, പുരാണത്തിൽ നിന്ന് അമ്മ പറഞ്ഞു തന്ന കഥയാ. അതും നന്നായെന്നേ ഞാൻ പറയുള്ളൂ. തനിക്കൊരു കാര്യം അറിയോ ശ്രീലക്ഷ്മി? ഞാനിവിടെ 10-12 വർഷമായി ജോലി ചെയ്യുന്നു. രഘുവർമ്മൻ സാറിനെ വളരെ കാലമായി എനിക്കറിയാം. സാറിനെ ഒരു കാര്യത്തിലും ഇതുവരെ ആരും കൺവിൻസ് ചെയ്യിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. താനാണ് ആദ്യമായി അത് ചെയ്തത്. ആണോ മാഡം? ഞാനാണോ ആദ്യമായി സാറിനെ കൺവിൻസ് ചെയ്യിക്കുന്നത്? അല്ല, വേറെ ഒരാൾ ഉണ്ടായിരുന്നു. പക്ഷേ അതാരോ മാഡം? ഹാ, അതൊക്കെ ഇനി എന്തിനാ പറഞ്ഞിട്ട് വിട്ടേക്ക്. ശ്രീലക്ഷ്മി, താൻ ഇപ്പോ ചെയ്യേണ്ടത് രഘു സാറിനെ അന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ച പോലെ ഇപ്പോഴും കൺവിൻസ് ചെയ്യണമെന്നുള്ളതാണ്. എന്നുവെച്ചാ വീണ്ടും കഥ പറഞ്ഞിട്ടോ? യെസ്, ചിലപ്പോ അതായിരിക്കും ഒരു വഴി. ട്രൈ ചെയ്തു നോക്ക്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിനക്കുണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.
ആ